2026 തെരഞ്ഞെടുപ്പ് നമ്മുടെ പടിവാതിക്കൽ നിൽക്കുകയാണ്. എല്ലാ സ്ഥാനാർത്ഥികളും ചൂടുപിടിച്ച പ്രചരണത്തിലാണ്. പക്ഷെ ഇവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിൽ പ്രചരണം നടത്തുന്ന ഒരു പാർട്ടി നമ്മുടെ കേരളത്തിലുണ്ട്. അതാരാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? എല്ലാ വർഷവും വലിയ ഗീർവാണമൊക്കെ മുഴക്കി വരും. ഞങ്ങൾ 10-30 സീറ്റ് പിടിക്കും, ഞങ്ങൾ അധികാരത്തിൽ വരും. ഒരെണ്ണത്തിന് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിച്ച് വിട്ടിട്ട് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന എന്താണെന്ന് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? ആ ഒരു അവസ്ഥ ഇനി നമ്മുടെ കേരളത്തിൻ്റെ പല മണ്ഡലങ്ങളിലും വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യുക്തിപരമായി ചിന്തിച്ച് ജാതിക്കും മതത്തിനും അതീതമായി ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ ജയിപ്പിക്കുക. അത് ഇടതായിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ. പക്ഷെ നിങ്ങൾ ജയിപ്പിക്കാൻ പാടില്ലാത്ത ഒരു വിഭാഗമുണ്ട്. അതായത് ഈ വടക്കേ ഇന്ത്യയിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ബീഫിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലും കളറിൻ്റെ പേരിലും ജാതിയുടെ പേരിലൊക്കെ വിവേചനം കാണിച്ചുകൊണ്ട് തല്ലിക്കൊല്ലുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ. അതേ മനോഭാവവും അതേ ചിന്താഗതിയും വെച്ച് പുലർത്തുന്ന ഒരുപാട് വേട്ടാവളിയന്മാർ നമുക്കിടയിലുണ്ട്. അത് മലയാളികൾക്ക് അപമാനം തന്നെയാണ്. കേരളത്തിന്റെ പോലീസ് മേധാവിയായിരുന്ന നമ്മുടെ IPS മാഡത്തിന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? മാഡ കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ട തള്ളയെ പെറ്റ തള്ള പോലും സഹിക്കത്തില്ല. അമ്മാതിരി കോമാളിത്തരമാണ് കേരളത്തിൽ നിന്നുകൊണ്ട് കാണിച്ചു. ഒരു പോലീസ് മേധാവി ചാണകം ചവിട്ടിയപ്പോൾ തന്നെ തലയുടെ ഫിലിമെന്റ് മാഡത്തിന്റെ അടിച്ചുപോയി. പിന്നെ ഇതിനകത്ത് വരുന്ന ആളുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവരുടെ പേരിന് മുമ്പിൽ ഒന്നില്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ അഡ്വക്കേറ്റ്. ഏറ്റവും കൂടുതൽ ഡോക്ടർമാരും അഡ്വക്കേറ്റും ഉള്ളത് ഈ ചാണകത്തിലാണ്. അതാണ് ചിരി അടക്കാൻ വയ്യാത്തത്. എന്താണെങ്കിലും നമുക്ക് മുൻ ശ്രീലേഖ മാഡത്തിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇങ്ങനൊക്കെ കോമാളിയായിട്ട് കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ ചിരിപ്പിക്കല്ലേ എൻ്റെ പൊന്നും മാഡമേ. നമുക്കിതൊന്ന് കണ്ടട്ടെ. നമ്മുടെ ടോർച്ച് സൂര്യണ്ണൻ ഒരു മാസ് ഡയലോഗ് ഇട്ടിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കേൾക്കണം. ചിരിക്കാനുള്ള വക ദൈവരായിട്ട് തന്നെ നമുക്ക് കൊണ്ടുതരും. ആദ്യം നമുക്ക് മാഡത്തിൻ്റെ മാസ് ഡയലോഗ് ഒന്ന് കേട്ടാലോ. മാഡവേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല, ഹൃദയത്തിനുള്ളിൽ നല്ല ഒരു കലാകാരിയും കൂടെയാണ്. കേട്ടോളൂ. അയ്യപ്പ സ്വർണം വിറ്റവനാരപ്പ, കോൺഗ്രസ് ആണ് അയ്യപ്പ. അറിഞ്ഞൂടെ? അതാണ് ഇവിടെ നടക്കുന്നത്. രണ്ടുപേരും കൂടെ ചേർന്ന് സ്വർണം കക്കുന്നു വിൽക്കുന്നു, കക്കുന്നു വിൽക്കുന്നു. ഒരു കരിക്കായിരുന്നു. അതല്ല, നമ്മുടെ കരിക്കെന്ന് പറയുന്നത് കേരളത്തിൽ വളരുന്ന, നമ്മുടെ മണ്ണിൽ വളരുന്ന ഒരു വളരെ പോഷക സമൃദ്ധമായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ഒരു പാനീയല്ലേ. അപ്പം നമ്മൾ എന്തിനാണ് ഈ കുപ്പിവെള്ളം അല്ലെങ്കിൽ ബോട്ടിൽഡ് ഡ്രിങ്ക് കുടിക്കാൻ പോകുന്നത്? കൂടാതെ ഇവരെ പോലെയുള്ള വഴിയോര കച്ചവടക്കാർക്ക് നമുക്കൊരു താങ്ങായിട്ട് നിൽക്കണ്ടേ? ഇവർക്കൊരു സഹായമായിട്ട് നമ്മൾ വേണ്ടേ? അതുകൊണ്ടാണ് കരിക്ക്. എല്ലാവരും കുടിച്ചോളും, എല്ലാവരും ഓരോ കരിക്ക് കുടിക്കും. സൂപ്പർ. ഡേ എന്തുവാടേ നമ്മുടെ ഈ കൊച്ചി കേരളത്തിൽ നടക്കുന്നത്? ചേച്ചി നമ്മൾ ഉദ്ദേശിച്ച ആളൊന്നുമല്ല കേട്ടാ. നന്നായിട്ട് അടിപൊളിയായിട്ട് കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആള് തന്നെയാണ്. കരിക്കെന്ന് പറയുന്നത് നമ്മുടെ കേരളീയ പാനീയമാണ്. അപ്പോൾ ഈ വഴിയോര കച്ചവടക്കാരെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ? ഇത്രയും കാലം ഇവരൊക്കെ ഏത് ഊട്ടയിലായിരുന്നാവോ ഇരുന്നത്? ഈ പറയുന്ന കച്ചവടക്കാർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ചേച്ചി ജയിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? തിരുവനന്തപുരം കോർപ്പറേഷനും ഇവരങ്ങ് പിടിച്ചു. അതിനുശേഷമാണ് പൊങ്കാല മഹോത്സവം തിരുവനന്തപുരം ജില്ലയിൽ നടന്നത്. ഈ കാലം അത്രയും മറ്റ് പാർട്ടികൾ ഭരിച്ചിട്ട് പോലും ഇല്ലാത്ത അത്രയും പുരോഗതിയിലായിരുന്നു ആവശ്യത്തെ പൊങ്കാല മഹോത്സവം തിരുവനന്തപുരത്ത് അരങ്ങേറിയത്. കണ്ടു കാണാൻ പറ്റില്ല അല്ലേ? അവിടുത്തെ വന്ന ഭക്തജനങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടതാണല്ലോ. ഇവന്റെയൊക്കെ വായിക്കാത്താണ് അടിച്ചങ്ങോട്ട് കൊടുത്തത്. സത്യത്തിൽ ഇതുപോലെ ഉളുപ്പും മാനവും ഇല്ലാത്ത കുറെ ഐറ്റങ്ങളെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ രാജീവ് ചന്ദ്രശേഖർജിയുടെ കാര്യം പറയണ്ട. നമ്മുടെ ടോർച്ച് അണ്ണൻ എന്താ പറയാണ്ട് അതുകൂടെ കേട്ടോ. കേരളത്തിൽ ആരധികാരത്തിൽ വരണമെന്ന് ഞങ്ങൾ BJP-ക്കാർ NDA നിശ്ചയിക്കും. ഏതൊരു സംശയവും വേണം. കേരളം അങ്ങനെയാണെന്നേ, ആയി അങ്ങനെ മാറാത്തതിന് മാറൂന്നാണല്ലോ ഞങ്ങൾ പറഞ്ഞത്. അതൊക്കെ സംഭവിക്കും. മാറാത്തത് മാറും എന്നല്ല, നാറാത്തത് നാറും എന്നാണ് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ നാറി പുഴുത്ത് പണ്ടാരം അടങ്ങി. വേസ്റ്റ് പോലും ഡംപ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. എന്ത് സുഗമമായ പ്രവർത്തനം നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന കോൺഗ്രസ് ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ ഇവർ മാറി മാറി 5 വർഷം ഭരിച്ചാലൊന്നും നമ്മുടെ കേരളത്തിന് ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇവൻ്റെ നിന്നൊക്കെ വാങ്ങിച്ച് നാക്കിൻ്റെ അടിയിൽ തേച്ച് നിങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്യാൻ പോകാണെന്നുണ്ടെങ്കിൽ കാലം മുഴുവൻ നിങ്ങളെ തേച്ച് ഇവർ ഒട്ടിക്കും. അതാണ് നമ്മളിപ്പം തൃശ്ശൂർ കണ്ടത്. മുട്ടിലെഴഞ്ഞും കുരുത്തോല പിടിച്ചും പള്ളിയിൽ കയറി നടുവരലിന് കഞ്ഞി നക്കി കുടിച്ചുമൊക്കെ
ഒരു സാധനം കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾക്ക് കയ്യും കണക്ക് നമ്മുടെ കേരളത്തിലില്ല. പിന്നെ ഇവറ്റകളുടെ കൂടെയൊക്കെ ഇപ്പൊ കുറെ യൂട്യൂബർമാരെ കൊണ്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്ന ഒരു ചേച്ചി പറഞ്ഞിട്ടില്ലേ, ചക്ക പൊളിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് താമര വിരിയുമെന്നാ പറഞ്ഞത്. എന്താ ഞാൻ പറയേണ്ടത്? വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ടീമുകളാണെന്നേ ഇവരൊക്കെ. പക്ഷെ ഇതിനകത്തേക്ക് വരുമ്പം അടപടലം മൂഞ്ചും. ഇതാണ് ഇവരുടെ ഇപ്പോഴത്തെ പരിപാടി. കേരളത്തിന്റെ ആദരണീയനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ജി കഴിഞ്ഞ ദിവസം ഇലക്ഷൻ പ്രചരണത്തിന് ഒരു മാസ് പ്രസംഗം നടത്തിയായിരുന്നു. അതിന് നമ്മുടെ ഈ സഹോദരൻ കൊടുക്കുന്ന ഒരു കിടുക്കാച്ചി മറുപടി, ഈ മറുപടി ഉണ്ടല്ലോ അസ്ഥാനത്താണ് കിട്ടുന്നത് കേട്ടോ. അത് കണ്ടോ. എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി വാഡ്ര ഗാസ എന്ന് പറയുമ്പോൾ സിറിയയിൽ കൊല്ലപ്പെടുന്ന ക്രിസ്ത്യൻസിനെ കുറിച്ചൊന്നും പറയുന്നില്ല? നൈജീരിയയിൽ 100,000 പേര് ക്രിസ്ത്യൻസിനെ കൊന്നു, ഇസ്ലാമിക് ടെററിസ്റ്റ്. അതിനെക്കുറിച്ച് ഒരു വാക്ക് പറയുന്നില്ല, സംസാരിക്കുന്നില്ല. BJP NDA എല്ലാ മതവും എല്ലാ വിശ്വാസികളും ബഹുമാനിക്കുന്ന പാർട്ടിയാണ്. ഈ പിണറായി വിജയൻ പോലെയും പ്രിയങ്ക ഗാന്ധി വാഡ്ര പോലെ ഗാസ ഇറാൻ മൊത്തമുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെയും മുസ്ലിം രാജ്യങ്ങളെയും കടന്നാക്രമിക്കുന്ന, അവരെ അടിമകളാക്കുന്ന, അമേരിക്കയുടെ മൊട്ട നക്കുന്ന തീവ്രവാദികളാണ് ഈ പറയുന്നത്. എന്ത് ഇറാനെ സപ്പോർട്ട് ചെയ്തു, പാലസ്തീനെ സപ്പോർട്ട് ചെയ്തു, എന്നിട്ട് ഇവന്മാര് സപ്പോർട്ട് ചെയ്യുന്നത് മറ്റുള്ള രാജ്യങ്ങളെല്ലാം കടന്നാക്രമിക്കുന്ന, അവരുടെ റിസോഴ്സ് എല്ലാം കട്ടുമുടിച്ചോണ്ട് പോകുന്ന അമേരിക്കനെയും ഇസ്രയേലിനെയാണ്. പാഴ് ജന്മങ്ങളെ, വിഷ ജന്തുക്കളെ, വയസ്സായ വീട്ടിലിരിക്കണം, ഇല്ലെങ്കിൽ നിന്നെയൊക്കെ ജീവനോടെ കൊണ്ടുപോയി നിന്റെ വീട്ടുകാരൊക്കെ കുഴിച്ചിരണം. ഒരു നാടിന്റെ എല്ലാ മൂല്യങ്ങളെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് BJP ഇതുപോലുള്ള കുറെ കോവർ കഴുത, കോമരങ്ങള്, തീവ്രവാദികള്, നരഭോജികൾ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. ഈ കാലം വരെ കേരളത്തിൽ മനുഷ്യന്റെ സ്ഥാനം ഉണ്ടായിരുന്നുള്ളൂ. ഈ നികൃഷ്ട ജന്മങ്ങൾ വന്നേ പിന്നെ ഇവിടെ ജാതിക്കും മതത്തിനും വേണ്ടി ജനങ്ങൾ കടിപിടി കൂടുകയാണ്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് സംസ്ഥാനമായിട്ട് പോലും ഇവിടെ കർശനമായിട്ടുള്ള നിയമങ്ങളില്ല. അതാണ് നിന്നെ പോലുള്ള വിഷ ജന്തുക്കൾ ഇവിടെ കിടന്ന് പൊളയ്ക്കുന്നതിന്റെ കാരണം. നമ്മളൊന്ന് മനസ്സിലാക്കണം, ഹിറ്റ്ലറിന്റെ കാലത്തുള്ള പ്രൊപ്പഗണ്ടയാണ് ഇപ്പോഴും ഇവന്മാരൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നത്. മതഭ്രാന്ത് മൂത്ത് ഇവന്മാരെ കാല് നക്കാൻ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരെയായിട്ട് ഇവന്മാര് കാലപുരിയിലേക്ക് അയക്കും. ഇന്ന് ഇവന്മാര് നാണം കേട്ട് ക്രിസ്ത്യന്റെ ആസനം നക്കുന്നതിന്റെ കാരണം നാളെ ഇവരെയൊക്കെ നശിപ്പിക്കാനാണ്. ഇന്ന് ഇവര് ദളിതർക്ക് സ്ഥാനം കൊടുക്കുന്നത് നാളെ ഈ ഭൂമുഖത്തുനിന്ന് തന്നെ ഉന്മൂലനം ചെയ്യാനാണ്. ഇന്ന് ഇവര് ജനങ്ങൾക്ക് മേലും നികുതി ഭാരം അടിച്ചേൽപ്പിച്ച് ഇവിടെ ഡെവലപ്മെന്റ് കൊണ്ടുവരുന്നതിന്റെ കാരണം നാളെ ഇവിടെ നരകമാക്കാനാണ്. മനസ്സിലാക്കുക, ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വെറുപ്പ് അത് കാലങ്ങൾ കഴിയുന്തോറും ഉള്ളിൽ നിന്ന് പൊന്തി വന്നുകൊണ്ടേയിരിക്കും. കാലം പോയിക്കൊണ്ടിരിക്കും തോറും ദളിതരെ ഇവര് വെറുത്തുകൊണ്ടേയിരിക്കും, അവരെ അടിച്ചമർത്തിക്കൊണ്ടേയിരിക്കും, അവരെ അടിമകളാക്കിക്കൊണ്ടേയിരിക്കും. കാരണം അവരുടെ ഉള്ളിൽ ആഴ്ന്നു കിടക്കുന്ന വെറുപ്പുണ്ട്. പണ്ടത്തെ പോലെ ഇനി ഒരവസരം കൂടെ ഇവന്മാർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെ ഇവന്മാര് നമ്മളെ കൊന്നു കളയത്തോളൂ, പച്ചയ്ക്ക് കത്തിച്ചു കളയത്തോളൂ. ഒന്നും മനസ്സിലാക്കുക, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മനുഷ്യനെ ഈക്വൽ ആയിട്ട് കാണും പോലെ ഇവന്മാരെ കൊണ്ട് കാണാൻ കഴിയില്ല. കാരണം ഇത് രണ്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിസ്ഥാന ആശയമാണ്. അതുപോലെ തന്നെ ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു നികൃഷ്ട ആശയം BJPയിൽ നിന്നും വ്യതിചലിക്കില്ല. നമ്മളൊക്കെ ചോറ് തിന്നുന്ന മനുഷ്യരാണെങ്കിൽ അതൊക്കെ മനസ്സിലാക്കണം. വല്ല ചാണാനും തീട്ടക്കണ്ടിയാ തിന്നണമെങ്കിൽ മനസ്സിലാക്കണ്ട, നിങ്ങളിങ്ങനെ കഴുതകളെ പോലെ ജീവിക്കുക. അതോടൊപ്പം അമേരിക്കയുടെ ഷൂ നക്കി പാരമ്പര്യം കാത്തു സൂക്ഷിച്ച് അങ്ങനെ ജീവിക്കുക. മച്ചാനെ പൊളിച്ചേട്ടാ, കിഴിച്ചിട്ട, തമിഴിൽ പറഞ്ഞാൽ കിഴിച്ചിട്ടാന്ന് പറയും. ഇങ്ങനെ വേണം മറുപടി കൊടുക്കാൻ. ഈ പുട്ടിന് പീര ഇടുന്ന പോലെയാണ് ഇപ്പം ഈ BJPയുടെ നേതാക്കന്മാരൊക്കെ ഓരോ സ്റ്റേജിൽ പോയിന്നുകൊണ്ട് പ്രസംഗിക്കും. ക്രൈസ്തവരെ നിങ്ങൾ സൂക്ഷിച്ചോളൂ, നിങ്ങളെ ഇവര് ഉന്മൂലനം ചെയ്ത് കളയും. എന്നാൽ ഈ കേൾക്കുന്ന ക്രിസ്സംഖ്യകളായിട്ടുള്ള വേട്ടാവളിയന്മാർ ചിന്തിക്കുക, പൂഞ്ഞാറിലെ സെപ്റ്റി ടാങ്കിന്റെ മകൻ ഇപ്പൊ പാലായിൽ നിന്നുകൊണ്ട് ഘോരഘോരം പ്രസംഗിക്കുന്നു. പാല എന്ന് പറയുന്നത് പുണ്യഭൂമിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ മാസ് ഡയലോഗ് ഇടുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചോളുക, ഇവനൊക്കെ മറ്റേ ഒറ്റുകാരൻ ഏതാ, യൂദാസ് ഗണത്തിൽപ്പെട്ടിട്ട സാധനങ്ങളില്ലേ, യേശുദേവനെ ഒറ്റുകൊടുത്ത് ഇതുപോലുള്ള ചില മരപ്പട്ടികൾ നമ്മുടെ കേരളത്തിലുണ്ട്. ക്രൈസ്തവ സമൂഹത്തെ ഇവരുടെ മുമ്പിൽ കൊണ്ടുപോയി കാൽക്കീഴിൽ വെച്ചിട്ട് ഇവന്റെയൊക്കെ ആഗ്രഹങ്ങൾ നടക്കുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം. സംഖ്യയായിട്ടും കുറെ എണ്ണം ഇത്തരത്തിലുണ്ട്. മലപ്പുറം ജില്ലയിലൊക്കെ ഇപ്പം ഒരുപാടെണ്ണം ഈ പറയുന്ന പാളയത്തിലേക്ക് സഞ്ചരിക്കുന്നുണ്ട്. അവന്റെയൊക്കെ കാര്യങ്ങൾ നടക്കുക. ഈ ചേക്കുട്ടിയുടെ ഒരു വിഭാഗം ഉണ്ടായിരുന്നല്ലോ, ആ ഇനത്തിൽപ്പെട്ടിട്ടുള്ള ചില വേട്ടാവളിയും. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ കൊടുത്ത മറുപടി നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾ BJPയുടെ ചില നേതാക്കന്മാരൊക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. നമ്മുടെ ശ്രീലേഖ മാടവും അതുപോലെ ടോർച്ച് സുരയും ഇങ്ങനെ കുറെ എണ്ണം കേരളത്തെ ചിരിപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ ഇവർക്ക് മതം പറയാതെ, വർഗീയത പറയാതെ, ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഊന്നി കേരളത്തിന്റെ വികസനത്തെ കുറിച്ചിട്ടൊക്കെ ചോദിച്ച് വോട്ട് മേടിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കത്തില്ല. കാരണം കേരളം എന്ന് പറയുന്നത് മറ്റെല്ലാ സംസ്ഥാനത്തെ അപേക്ഷിച്ചും നമ്പർ 1 ആണ്, ടോപ്പാണ്. അത് ഏത് നിലയിലെടുത്താലും, അത് കോൺഗ്രസ് വന്നാലും കമ്മ്യൂണിസ്റ്റ് വന്നാലും ഈ രണ്ട് കൂട്ടർ ഭരിക്കുമ്പോഴും കേരളം ടോപ്പിൽ തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കേരളത്തിലുള്ള ഈ 9% ആൾക്കാരും തലയ്ക്കകത്ത് തലച്ചോറ് തന്നെയാണ്. ഈ 1% ആയിട്ടുള്ള നിന്നെപ്പോലുള്ള ആളുകളുടെയൊക്കെ തലയിൽ ചാണകമായതുകൊണ്ടാണ് നീയൊക്കെ ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് പൊളയ്ക്കുന്നത്. നല്ല അടിപൊളി വീഡിയോ അല്ലായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണും. അതിലേക്ക് എല്ലാവർക്കും